ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ രാഷ്ട്രീയമൊഴികെ എല്ലാ വൃത്തികേടുകളുമുണ്ട്. തെറിവിളികളും പൂരപ്പാട്ടുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേരള രാഷ്ട്രീയം എന്നതിൻ്റെ സൂചനയാണ്. കേരളത്തിൽ രാഷ്ട്രീയ പ്രബുദ്ധത സമ്പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് മാത്രമാണ്. അതിവിടെ ചെറിയ നേതാക്കന്മാരെന്നോ വലിയ നേതാക്കന്മാരെന്നോ ഇല്ല, എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് ആയി നടക്കുന്ന തായ്ക്കണ്ടി വിജയൻ കേരള മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് തുറന്നു കഴിഞ്ഞാൽ കേരളം മുഴുവൻ നാറുന്ന പൂരപ്പാട്ടാണ് വന്നുകൊണ്ടത്. അദ്ദേഹമാണ് ഇവിടെ തെറി ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഈ നാട്ടിലെ CPMകാർ മാത്രമല്ല, മിക്കവാറും പല സൈബറിടങ്ങളിലും ഈ തെറി കൊണ്ട് അഭിഷേകം ചെയ്യുകയും തെറി വിളിച്ചാൽ വിജയിക്കാമെന്ന് കത്തുകയും ചെയ്യുന്ന വിഡ്ഢികളായ ആളുകളുടെ രംഗമായി രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് അതിൻ്റെ വിളവെടുപ്പാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയുമുണ്ട്. ഇവിടെ നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ ഏത് വിധേനയെങ്കിലും കേരളത്തെ മുടിച്ച് നശിപ്പിച്ച് ഒരു കാരണവശാൽ മാസ ശമ്പളം പോലും കൊടുക്കുവാൻ കഴിയാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാസശമ്പളവും പെൻഷനും മാത്രമല്ല സമസ്ത മേഖലയും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന കേരളത്തിൽ ചില MPമാരെയെങ്കിലും LDFന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി കഠിന പരിശ്രമം ചെയ്യുന്ന മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളുമുണ്ട്. ആ മാധ്യമങ്ങൾക്ക് അവരുടേതായ സങ്കുചിതമായ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യത്തിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ TP ചന്ദ്രശേഖരനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ വടകരയിൽ നിന്ന് ശൈലജയുടെ പൂങ്കണ്ണീരായി ഉയർന്നു കേൾക്കുന്നത്. ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ശൈലജ പൊട്ടിക്കരയുകയാണ്. എന്തിന്? സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തു. സ്ത്രീകളുടെ അഭിമാന ബോധത്തെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ആരോ ശൈലജയ്ക്കെതിരെ അശ്ലീലം നിറഞ്ഞ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഇതാണ് ശൈലജയുടെ പരാതി. അതിനെക്കുറിച്ച് ശൈലജ അവരുടെ നേതാവായ പോലീസ് മന്ത്രിയായ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ഇതുവരെ ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ മുഖ്യൻ അതിനെയും അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു എന്നാണ് അവരുടെ പരാതി. ഒരുപക്ഷേ അവരുടെ പരാതിയുടെ നിജസ്ഥിതി പോലീസ് മന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ടാകും പലവിധ റിപ്പോർട്ടുകളിൽ നിന്ന്. പക്ഷെ എനിക്കിവിടെ പറയാനുള്ളത് ഈ ശൈലജയുടെ ഈ സ്ത്രീയുടെ അന്തസ്സിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു ബോധമാണ്. ശൈലജ ഓർക്കേണ്ട കാര്യം, ശൈലജയുടെ പൂങ്കണ്ണീരിനേക്കാൾ വില ഒരു കാരണവും കൂടാതെ ഒരു ആദർശത്തിൻ്റെ പേരിൽ മാത്രം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തപ്പെട്ട TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഭാര്യയായ വിധവയായ KK രമയെന്ന് പറയുന്ന സ്ത്രീയുടെ കണ്ണിൽ നിന്ന് വരുന്ന രക്തക്കണ്ണീരിനുണ്ട്. ആ രക്തക്കണ്ണീര് കാണാതെ ആ കൊലപാതകത്തെ പരോക്ഷമായി ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് ശൈലജ. അതുമാത്രമല്ല ശൈലജ ചെയ്തത്, വയനാട്ടിൽ നടന്ന അതിക്രൂരമായ ഒരു വിദ്യാർത്ഥിയെ SFI ഗുണ്ടകളും CPM ഗുണ്ടകളും ചേർന്ന് പട്ടിണിക്കിട്ട് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തിൽ ഒരു ദുഃഖം പ്രകടിപ്പിക്കുവാൻ ശൈലജ തയ്യാറായിട്ടില്ല. ഈ ശൈലജ രൂപം കൊണ്ടല്ലാതെ മനസ്സുകൊണ്ട് ഒരിക്കലും ഒരു സ്ത്രീയുടെ യാതൊരു തരമായ കാരുണ്യവും കാണിച്ചിട്ടില്ല, ഒരു സ്ത്രീയുടേതായ യാതൊരു മാന്യതയും കാണിച്ചിട്ടില്ല എന്ന് പറയാതെ വയ്യ. ശൈലജയുടെ ഇപ്പോഴത്തെ പരാതി എന്താണെന്നാൽ ശൈലജയ്ക്കെതിരെ തെറി വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ മോർഫ് ചെയ്തുകൊണ്ട് മറ്റോ ആരോ പോസ്റ്റ് ഇട്ടു എന്നതാണ്. ശൈലജയുടെ പേരിൽ അത്രയല്ലേ ചെയ്തുള്ളൂ. KK രമയുടെ ഭർത്താവിനെ വെട്ടിക്കൊല്ലുമ്പോൾ അവർക്ക് ഒരച്ഛനും ഒരമ്മയും മകനുമെല്ലാം ഉണ്ടായിരുന്നിട്ട് ആ കൊലപാതകത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീയുടെ പേരിൽ നേരിടാൻ കഴിയുന്ന ഏറ്റവും വൃത്തികെട്ട അതിക്രമം ഭീകരമായ നടപടി നടത്തിയ തൻ്റെ പാർട്ടിയുടെ നിലപാട് ശരിയല്ല എന്ന് പറയുന്നതിന് അന്ന് ശൈലജയ്ക്ക് തോന്നിയില്ല. ശൈലജയ്ക്കെന്നല്ല, അതിൽ തന്നെ ശ്രീമതി എങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സ്ത്രീകളുണ്ടല്ലോ, അവർക്ക് ആർക്കും അപ്പോഴും തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നിയിട്ടില്ല. പക്ഷെ അവരെല്ലാം ശൈലജയുടെ പേരിൽ മറ്റേ സൈബർ ആക്രമണം വന്നിരിക്കുന്നേ, ശൈലജയെ ആക്ഷേപിച്ച് കളഞ്ഞ് എന്ന് പറഞ്ഞിറങ്ങി പുറപ്പെടുകയാണ്.
അസംബ്ലിയിൽ കെ രമ എന്ന് പറയുന്ന ചന്ദ്രശേഖരൻ്റെ വിധവയിരിക്കെ ആസ്ഥാന വിധവയെന്ന് വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കുകയും അവർ പൂരപ്പാട്ട് കൊണ്ട് അധിക്ഷേപിക്കുകയും ചെയ്ത മണി എന്ന് പറയുന്ന ഗുണ്ടാത്തലവൻ എതിരെ അത് പറഞ്ഞ് ശരിയല്ല എന്ന് പറയുവാനുള്ള ഒരു അന്തസ്സ് ശൈലജ കാണിച്ചില്ല. ശൈലജ അതുമാത്രമല്ല കാണിക്കാതിരുന്നത്, ഈ അൻവർ, മണി തുടങ്ങി CPM ഗുണ്ടകളായ MLA-മാരുടെ ഒരു ലിസ്റ്റ് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. ഇവരെല്ലാം സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിന്. മണിക്കാണെങ്കിൽ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ വിരകളകയാണ് അയാൾ സ്ത്രീകളെ ചീത്ത വിളിക്കുന്നത്. ഇത് ആദ്യത്തെ അനുഭവമല്ല. പിന്നെ പാലക്കാട്ട് ആലത്തൂരിൽ രമ്യ ഹരിദാസ് ഇലക്ഷനിൽ നിന്ന് ജയിച്ചു പോയി എന്നുള്ള കാരണത്തിൽ ആ സ്ത്രീയെ, അവിവാഹിതയായ ഒരു യുവതിയെ പറയുവാൻ കഴിയുന്നതിൻ്റെ അങ്ങേ അറ്റം പറഞ്ഞു തള്ളുകയാണ് ചെയ്ത CPM-കാരൻ. സ്ത്രീയോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എന്ന് അന്ന് ശൈലജ പറഞ്ഞില്ല. ശൈലജ അതിനെയൊക്കെ ആസ്വദിക്കുകയായിരുന്നു. ശൈലജ മാത്രമല്ല, CPM-കാരികളെല്ലാം അതിനെ ആസ്വദിക്കുകയായിരുന്നു. ഇങ്ങനെ എത്ര ഷാനി വോൾസ്മാനെതിരെ മാത്രമല്ല, ഇങ്ങനെ എത്രയോ സ്ത്രീകൾ തനിക്കെതിരെ നിന്ന് മത്സരിക്കുന്ന CPM-കാർക്കെതിരെ മത്സരിക്കുന്ന സ്ത്രീകൾക്കെതിരെ എന്ത് അധിക്ഷേപവും പറഞ്ഞു വരുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്ത നികൃഷ്ടജീവി, മറ്റേ കുലംകുട്ടി, പരനാരി, ഇങ്ങനെ എന്തെല്ലാം നിഘണ്ടുക്കളാണ് അവരുടെ ഈ ദൈവ പുരുഷൻ എന്നുള്ള നിലയിൽ നിൽക്കുന്ന നേതാവ് ഈ നാട്ടിൽ പ്രചരിപ്പിച്ചത്. അന്നും ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞില്ല. രമയെക്കുറിച്ച് എന്താണ് അയാൾ പറഞ്ഞത്? അന്നും ശൈലജയ്ക്ക് സ്ത്രീയുടെ അഭിമാനം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് തോന്നിയില്ല. മൃദു പീഡനക്കാരിയായ ശ്രീമതി ഈ DYFക്കാർ പെൺകുട്ടികളെ ഉപദ്രവിച്ചതിന് ശശിയെപ്പോലുള്ള ആളുകൾക്ക് നടത്തിയപ്പോൾ അതിനെതിരെയും ശൈലജയ്ക്ക് ആക്ഷേപവും ഒരു വിഷമവും ഉണ്ടായില്ല. എന്തിന് വടകരയിൽ നിന്ന് മത്സരിക്കുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവാവായ MLA, അയാൾക്കെതിരെ കണ്ണൂരിലെ P. ജയരാജൻ, കഴിഞ്ഞ തവണ വടകരയിൽ നിന്നും മത്സരിച്ച് ലക്ഷക്കണക്കിന് വോട്ടിന് തോറ്റ P. ജയരാജൻ ഈ ഷാഫി പറമ്പിലിന് വേണ്ടി വോട്ട് പിടിക്കുവാൻ ഇറങ്ങിയ സ്ത്രീകളെക്കുറിച്ച് വെണ്ണപ്പാളികളെന്ന് വിളിച്ച് അധിക്ഷേപിക്കുമ്പോൾ, അശ്ലീല ചുവടെ സംസാരിക്കുമ്പോൾ അതിനെ ന്യായീകരിച്ചവളാണ് ശൈലജ. ശൈലജ പറഞ്ഞത് ക്രീമി ലെയർ എന്നാണ്. ശൈലജയ്ക്ക് ഇംഗ്ലീഷ് അറിയാമോ? ശൈലജയുടെ ഇംഗ്ലീഷ് നമ്മൾ കേട്ടിട്ടുണ്ട്. ശൈലജയ്ക്ക് ഇംഗ്ലീഷ് അറിയാമോ? എന്ത് അർത്ഥത്തിലാണ് ക്രീമി ലെയറിന് വെണ്ണപ്പാളി എന്ന് ഒരു മലയാള പദം വരുന്നത്? അതിന് തിരഞ്ഞെടുപ്പുമായിട്ട് എന്താണ് ബന്ധം? അപ്പോൾ ഇത്തരം പച്ചയ്ക്ക് അശ്ലീലം പറഞ്ഞ ജയരാജനെ അനുകൂലിക്കുകയും ജയരാജൻ പറഞ്ഞതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ശൈലജയെക്കുറിച്ച് ആക്ഷേപിച്ച് കളഞ്ഞു. സ്ത്രീത്വം തകർന്ന് തരിപ്പണമായി ഏതൊക്കെ ആരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, അറസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കഥകൾ പ്രചരിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ 18 പയറ്റി തെളിഞ്ഞ ശൈലജയ്ക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയുള്ള ഒരു കുടിലതന്ത്രമാണ് ഇത് എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. ശൈലജയുടെ കണ്ണീര് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് കണ്ണീർ വിളിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് പരിഹാസം നിറഞ്ഞ് ചിരിക്കാനായി. എനിക്ക് മാത്രമല്ല, കേരളത്തിൽ ഒരുവിധമുള്ള ആളുകൾക്കെല്ലാം ആ പരിഹാസം നിറഞ്ഞ തീയാണ് തോന്നിയത്. ശൈലജ പറഞ്ഞത് എന്താണ്? വടകരയിൽ TP ചന്ദ്രശേഖരനെ കൊന്നതുകൊണ്ട് ആളുകൾക്ക് പ്രശ്നമൊന്നുമില്ല, ആളുകൾ എന്നാലും എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ ശൈലജ ഇപ്പോൾ ശൈലജയെ ആരോ 10 തെറി വിളിച്ചതുകൊണ്ട് ഈ ഷാഫി പറമ്പിൽ നോട്ട് കൊടുക്കരുത്, എനിക്ക് വോട്ട് തരണം. ഒരാളിൻ്റെ ജീവനേക്കാൾ വിലയാണോ ശൈലജയെപ്പോലൊരു സ്ത്രീയെ 10 തെറി ആരെങ്കിലും വിളിച്ചാൽ? അതുകൊണ്ട് അങ്ങനെ ഒരാളുടെ മരണത്തിന് വോട്ട് കൊടുക്കാത്ത ഒരു ശൈലജയെ 10 തെറി വിളിച്ചു എന്നുള്ള കാരണത്താൽ വോട്ട് കൊടുക്കുമെന്നാണോ ശൈലജ പറയുന്നത്? അപ്പോൾ ഇപ്പോൾ ശൈലജയെ വലിയ മാതൃകാ പുരുഷനെന്നും പറഞ്ഞാണ് ഇവിടുത്തെ മാധ്യമങ്ങളെടുത്ത് ചുമന്നുകൊണ്ട് നടക്കുന്നത്. കോവിഡിൻ്റെ മറവിൽ കേരളത്തെ വഞ്ചിക്കുകയും കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ പണമടിച്ചു മാറ്റുകയും ചെയ്തു എന്ന പരാതി ഉയർന്നു വന്നിട്ട് അതിന് തെളിവുകൾ ഉൾപ്പെടെ അത് രംഗത്ത് വന്നു. അത് പുറത്തു വന്നു. ആ പുറത്തു വരുന്ന ആ സമയത്ത് ഈ കിറ്റിൻ്റെ പേരിലെല്ലാം അടിച്ചു മാറ്റിയ തുക കൊണ്ട് PR വർക്ക് നടത്തി അമേരിക്കയിലെ ഏതോ ഒരു പൊട്ട ഏജൻസിയെ കൊണ്ട് റോക്ക് ഡാൻസർ എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രചാരണം നടത്തി. ആ പ്രചാരണത്തിൻ്റെ മികവിൽ അടുത്ത മന്ത്രിയാകാൻ ശ്രമിച്ചവളെ പിണറായി
തായ്ക്കണ്ടി മുഖ്യമന്ത്രി അങ്ങ് വെട്ടുക മാത്രമല്ല, നവകേരള സദസ്സിൻ്റെ മേഖലയിൽ കാര്യമായി വന്നപ്പോൾ അവിടെ വെച്ച് അവരുടെ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വെച്ച് അവരെ പരിഹസിച്ചു പരസ്യമായി. അപ്പോൾ ഇങ്ങനെയുള്ള ശൈലജ മനുഷ്യത്വത്തിനോ നിരക്കുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യാത്ത, ഒരു രൂപത്തിലല്ലാത്ത സ്വഭാവം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് സ്ത്രീയുടെ യാതൊരു മാന്യതയും കാണിക്കാത്ത ശൈലജയുടെ ഈ പൂങ്കണ്ണീരും ജയരാജൻ്റെ വെണ്ണപ്പാളികളും കൂടെ ചേർന്ന് കലങ്ങി ഒഴുകുന്ന ഒരു മാലിന്യ പ്രവാഹമായി ഇടതുപക്ഷ രാഷ്ട്രീയം മാറിയിരിക്കുകയാണ് എന്ന ദയനീയമായ പരിസ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഈ ഷാബി പറമ്പിൽ എന്ന് പറയുന്ന ഒരാളിന് വേണ്ടിയുള്ള വക്കാലത്ത് ഞാൻ എടുക്കേണ്ട കാര്യമില്ല. ഞാൻ UDF കാരനോ LDF കാരനോ BJP കാരനോ ഒന്നുമല്ല. പക്ഷേ എന്തുകൊണ്ട് ശൈലജയ്ക്ക് ഇപ്പോൾ സ്ത്രീകളോട് ഇത്ര ഒരു സ്ത്രീകളുടെ ആഭിജാത്യം സംരക്ഷിക്കേണ്ടതാണ് എന്ന് തോന്നി എന്ന ആ കാപട്യം അത് തുറന്നു കാണിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനുവേണ്ടി വടകരയിൽ ഇപ്പോൾ തോട്ട് പിടിച്ച് ജയിക്കണം. വടകരയിൽ കഴിഞ്ഞ 3 പ്രാവശ്യമായി TP ചന്ദ്രശേഖരൻ ഇതിൻ്റെ പാർട്ടി ഉണ്ടാക്കിയതിന് ശേഷം തോറ്റ് തുന്നമ്പാടിക്കൊണ്ടിരിക്കുന്ന വടകരയിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി പണവും പ്രതാപവും അശ്ലീലവുമായി ഇറങ്ങി നടക്കുന്ന CPM കാരൻ ഇപ്പോൾ വലിയ ഒരു ഇരയായിട്ട് ശൈലജയെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശൈലജ എങ്ങനെ ഇരയാകും? 18 അടവും പയറ്റി രാഷ്ട്രീയ കളരിയിൽ തെളിഞ്ഞ് 19ാമത്തെ അടവുമായി ഇറങ്ങിയിരിക്കുന്ന ശൈലജ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാളിൻ്റെ ജീവന് വില കൽപ്പിക്കേണ്ട എന്ന് പറഞ്ഞ ശൈലജയ്ക്ക് 10 വള്ളു വിളിച്ചു എന്നുള്ളതുകൊണ്ട് വടകരക്കാർ വോട്ട് കൊടുക്കും എന്ന് കരുതുന്ന ആ വിഡ്ഢിത്തമുണ്ടല്ലോ, അതിനെയാണ് ഞാൻ അധിക്ഷേപിക്കുന്നത്. അതാണ് എൻ്റെ പ്രശ്നം. ഇത് വടകരക്കാരെ പറ്റിക്കാൻ വേണ്ടിയുള്ളൊരു വിദ്യയാണ്. അത്തരമൊരു വിദ്യയിൽ വടകരയിലെ പ്രബുദ്ധരായ ജനങ്ങൾ വീഴും എന്ന് ഞാൻ കരുതുന്നില്ല. അവർ വേണ്ടതുപോലെ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.